അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഖം തന്നെ അല്ലേ? ബിസിനസ്സൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ? പലരും പരസ്പരം ചോദിക്കാറുള്ളത് അങ്ങനെയാണ്. ചില ആളുണ്ട് നല്ല ഹൈപ്പിൽ ഉണ്ടായ ആളുകൾ, ഗൾഫിലൊക്കെ ഷോപ്പും നാട്ടിലൊക്കെ വലിയ വീടും പള്ളികളിലും അതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ. അതൊക്കെ പൊട്ടി പാളീസായി പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. ഏതൊരു സ്ഥാപനമായാലും, അത് ദീനീ സ്ഥാപനമായാലും സാമ്പത്തികമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളായാലും, ബിസിനസ്സിൻ്റെ സ്ഥാപനങ്ങൾ, അതിന് സ്ഥാപനം എന്നാണ് പറയാം. എനിക്ക് ഗൾഫിലൊരു സ്ഥാപനമുണ്ട് എന്ന് ചില ആൾ പറയാറുണ്ട്. അതുപോലെ ഉസ്താദുമാർ എനിക്കൊരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല കോളേജോ ഹിഫ്ള് കോളേജോ എത്തീങ്കാനയൊക്കെ ആയിരിക്കും. ഏത് സ്ഥാപനമായാലും, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഏത് സംരംഭമായാലും നിയന്ത്രിക്കാനുള്ള ബുദ്ധി വേണം. ബുദ്ധിശക്തിയുള്ള ആളുകൾ ആലോചിച്ചിട്ട് കാര്യം ചെയ്യും. നിയന്ത്രിക്കാനുള്ള വലിയ വകതിരിവ് അവർക്കുണ്ടാവും. എടുത്ത് ചാട്ടം ഉണ്ടാവില്ല. ആ കാര്യമായിട്ട് മുഷാവറയാണ്. ഒന്ന് സ്വന്തമായിട്ട് കഴിവ് വേണം. സ്വന്തമായിട്ട് ഇത് ഇങ്ങനെ പോയാൽ എവിടെ അവസാനിക്കും എന്നുള്ള ഒരു ദീർഘവീക്ഷണം എന്നൊക്കെ പറയും. ആലോചിച്ചിട്ട് കാര്യം ചെയ്യും. അതുണ്ടെങ്കിൽ തന്നെയും തനിക്ക് തെറ്റ് പറ്റാം എന്ന ഉറപ്പ് ഒരു മനുഷ്യനെപ്പോഴും വേണം. താൻ ചിന്തിച്ച, എഴുതിയ, പറഞ്ഞ വാക്കുകൾ രണ്ടാമത് കേൾക്കുമ്പോൾ എത്രയോ അക്ഷരത്തെറ്റുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ചിന്തകളിൽ നാം തീരുമാനിച്ചുറപ്പിച്ചതിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുഷാവറ ഇസ്ലാം വളരെ കർക്കശമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അദബുകളിൽ ഒരു വലിയ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ വലിയ ഉസ്താദുമാർ, ഷെയ്ഖുനാ കാന്തപുര ഉസ്താദൊക്കെ ഇത്രമേൽ അറിയപ്പെടാൻ കാരണം ഏതൊരു വാക്ക് പറയുമ്പോഴും, അതുപോലെ ഹക്കീം അസ്സരി ഉസ്താദ് ഏതൊരു വാക്ക് പറയുമ്പോൾ ചിന്തിച്ചിട്ടേ അവർ പറയുള്ളൂ. എടുത്തു ചാടി എന്തെങ്കിലും പത്രക്കാരോട് പറയില്ല. അങ്ങനെ ചിന്തിച്ച് ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ബുദ്ധിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ സ്വയം ബുദ്ധിയില്ലെന്ന് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്ന ആളുകൾ അതിനെയൊക്കെ ട്രോളി ഉസ്താദിനെ പലതും പറഞ്ഞ്, ഉസ്താദിൻ്റെ മകനെ പലതും പറഞ്ഞ് അവർ ഇങ്ങനെ ആളാവുന്നത് കാണാറുണ്ട്. സത്യത്തിൽ വലിയ ബുദ്ധിയുള്ളവരാണ് ഷെയ്ഖുനാ എ പി ഉസ്താദൊക്കെ. അങ്ങനെ വേണം നമ്മുടെ ബിസിനസ്സൊക്കെ വിജയിക്കാൻ. വലിയ ബിസിനസ് എന്ന് പറയുന്ന ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ആലോചനയാണ്. അൽ കയ്യിസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ശരിയായ ബുദ്ധിമാൻ സ്വയം വിചിന്തനം നടത്തുകയും മരണശേഷമുള്ള ജീവിതത്തിലേക്ക് തയ്യാറാകുന്നവനുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.